ആറ്റുകാൽ പരിസരം മുഴുവൻ ഭക്തിസാന്ദ്രമായിരിക്കുന്നു. ഏതാണ്ട് 10 കിലോമീറ്റർ ചുറ്റളവിൽ പൊങ്കാല അടുപ്പുകളുമായി ഭക്തജനലക്ഷങ്ങൾ കാത്തു നിൽക്കുന്നതിൻ്റെ ആകാശ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. തിരുവനന്തപുരത്ത് നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ്. പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ 2 ദിവസങ്ങളായി തലസ്ഥാന നഗരിയിൽ ക്യാമ്പ് ചെയ്യുകയായിരുന്നു. 2-3 ദിവസങ്ങളായി അഭൂതപൂർവമായ ഭക്തജന തിരക്കാണ് തിരുവനന്തപുരം ജില്ലയിൽ അനുഭവപ്പെടുന്നത്. തലസ്ഥാന ജില്ലയിൽ ഇപ്പോൾ ഒരേ ഒരു ലക്ഷ്യം മാത്രം 10:30 പണ്ടാരടുപ്പിലേക്ക് തീ പടരുന്ന ആ ദൃശ്യത്തിലേക്കാണ്. പല ദൂര സ്ഥലങ്ങളിൽ നിന്ന് ഒഴുകിയെത്തിയ ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ ഇപ്പോൾ തലസ്ഥാന നഗരിയിലുണ്ട്. കഴിഞ്ഞ വർഷം 5 ലക്ഷം സ്ത്രീകളാണ് ഈ പൊങ്കാല ഇടാനായി തിരുവനന്തപുരത്ത് എത്തിയതെങ്കിൽ ഇത്തവണ അതിൻ്റെ നമ്പർ കൂടും എന്നാണ് കണക്ക് കൂട്ടുന്നത്. എല്ലാവിധമായ ഒരുക്കങ്ങളും തിരുവനന്തപുരത്ത് ചെയ്തു കഴിഞ്ഞു. 10:30 മണിയോടെ പണ്ടാരടുപ്പിലേക്ക് തീപടരും. അതോടെ ആറ്റുകാലിലെ നിവേദ്യ ഉത്സവത്തിന് തുടക്കമാകും. ഇപ്പോൾ നമുക്കൊപ്പം സ്മിത ഹരിദാസ് തത്സമയം ചേരുന്നു ആറ്റുകാലിൽ നിന്ന്. ഇതിൻ്റെ ഹെലികാം ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. വളരെ നീണ്ട നിരയാണ് ഇപ്പോൾ കാണുന്നത്. പറയൂ സ്മിത ഹരിദാസ്, ഇനി 10:30 മണിയാകാൻ 1.5 മണിക്കൂർ കൂടി മാത്രമേ ബാക്കിയുള്ളൂ. എന്തൊക്കെയാണ് വിവരങ്ങൾ? പറയൂ. ഇനിയിപ്പോൾ അല്പസമയം കൂടിയേ ബാക്കിയുള്ളൂ. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്നു. ഇവിടെ അടുപ്പൊക്കെ റെഡിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൃത്യം 10:30 മണിക്കാണ് പൊങ്കാല അടുപ്പിലേക്ക് അഗ്നി പകരുക. അത് ശ്രീകോവിലിൽ നിന്ന് തന്ത്രിയാണ്, ക്ഷേത്രം തന്ത്രിയാണ് അത് മേൽശാന്തിക്ക് ദീപം തെളിച്ചു കൊടുക്കുക. ആ ദീപം കൊണ്ടുപോയി ആദ്യം തിടപ്പള്ളിയിലെ ഈ പൊങ്കാല അടുപ്പിൽ അഗ്നി പകരും. അതിനുശേഷമാണ് പണ്ടാര അടുപ്പിലേക്ക് വന്ന് അവിടുത്തെ ഈ പൊങ്കാലയ്ക്കുള്ള അടുപ്പിൽ അഗ്നി പകരുന്നതും ആ ചടങ്ങുകൾക്ക് തുടക്കമാകുന്നതും. ഇപ്പം നമുക്കൊപ്പം ദേവസ്വം പ്രസിഡന്റ് വി ശോഭ ചേരുന്നുണ്ട്. സാർ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്ത്രീകളാണ് എല്ലായിടത്തും. അപ്പോൾ ദേവസ്വം പ്രസിഡന്റിൻ്റെ കാര്യത്തിൽ അത് അങ്ങനെ തന്നെയാണ്. ആ ഒരു സന്തോഷം നമ്മളിപ്പോൾ സ്ത്രീകളുടെ ഒരു വലിയ സ്ത്രീകളുടെ ശബരിമല എന്നുള്ളതിന് അത് അർത്ഥവത്താക്കുന്ന രീതിയിൽ ഓരോ വർഷവും സ്ത്രീകളുടെ ഒരു സാന്നിധ്യം കൂടിക്കൂടി വരുന്നു അല്ലേ? എന്തായാലും 2020 ആ സമയം ഉണ്ടായിരുന്നതിനേക്കാളും വളരെ കൂടുതലായിരിക്കും. കാരണം കഴിഞ്ഞ വർഷം കോവിഡ് കഴിഞ്ഞിട്ടുള്ള ഒരു സാഹചര്യമായിരുന്നു, അപ്പോൾ കുറച്ച് കുറവായിരുന്നു. ഇതിപ്പോൾ ഒന്നാം ഉത്സവം മുതൽ തന്നെ ഭക്തജന തിരക്ക് വളരെ കൂടുതലാണ്. ഇന്നലെയൊക്കെ വളരെ തിരക്കായിരുന്നു. 2 ബാരിക്കേഡും ഫുള്ളായിരുന്നു. ഞങ്ങൾക്ക് 2 മണിക്ക് നട അടയ്ക്കണം. അങ്ങനെ ആ 2 ബാരിക്കേഡ് നിൽക്കുമ്പോൾ തന്നെ അടയ്ക്കേണ്ടി വന്നു. കാരണം ശാന്തിക്കാർക്കും ദേവിക്കും ഒക്കെ ഒരു റെസ്റ്റ് വേണമല്ലോ. അപ്പോൾ അങ്ങനെ തിരക്ക് വളരെ കൂടുതലാണ്. എന്നാലും ഒരുവിധം നിയന്ത്രിച്ച് പോകുന്നുണ്ട്. കഴിയുന്നത്ര ബാരിക്കേഡിൽ ക്യൂ നിൽക്കുന്നവർക്ക് വെള്ളം കൊടുക്കുന്നുണ്ട്. എങ്കിലും തികയുന്നില്ല, കംപ്ലൈൻ്റൊക്കെ വരുന്നുണ്ട്. എന്നാലും മാക്സിമം കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ശുദ്ധജല വിതരണമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ എങ്കിലും ഈ പറഞ്ഞ പോലെ തിരക്ക് വല്ലാതെ കൂടുമ്പോൾ ഒരു ക്ഷീണമൊക്കെ എല്ലാവർക്കും വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് അങ്ങനെയുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വന്നാൽ അതിനുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ ആംബുലൻസ് സർവീസ് വളരെ കൃത്യമായിട്ടുണ്ട്. ഞങ്ങളുടെതുണ്ട്, എല്ലാവരുടെയും പല സന്നദ്ധ സംഘടന, കോർപ്പറേഷൻ എല്ലാവരുടെയും ഉണ്ട്. അപ്പോൾ അത് ഉടൻ തന്നെ തലകറങ്ങി വീഴുന്നവരെ എടുക്കുന്നുണ്ട്. പക്ഷേ ആംബുലൻസ് കയറി കഴിയുമ്പോൾ ഇവർ ശരിയാവും. കാരണം ഈ വാക്യൂമാണ് പ്രശ്നം. എയർ കിട്ടിക്കഴിയുമ്പോൾ ശരിയായിരിക്കും. അങ്ങനെയാണ് ദേവസ്വം പ്രസിഡന്റ് കൂടി പറഞ്ഞ ഒരു കാര്യം അതാണ്. ഇത്തവണ തിരക്ക് വലിയ തോതിലുള്ള ഒരു തിരക്കാണ്. നമ്മൾ തന്നെ നേരിട്ട് കണ്ടതാണ് 2-3 ദിവസമായിട്ടുള്ള തിരക്ക്. ഇന്നിപ്പോൾ ഈ സമയത്തും വലിയ നിര തന്നെയാണ് ക്ഷേത്ര ദർശനത്തിന്. അല്പം മണിക്കൂറുകൾ, കുറച്ച് സമയം കൂടി ഇനിയിപ്പോൾ ദേവീ ദർശനം, അത് കഴിഞ്ഞാൽ പിന്നെ ഈ പൊങ്കാല നിവേദ്യത്തിനുള്ള തിരക്കുകളായി. അതുകൊണ്ട് തന്നെ അതിനു മുൻപേ ദർശനത്തിനെത്തിയവരാണ് ഈ കാണുന്ന ക്യൂവിലുള്ളവരെല്ലാവരും തന്നെ. ഇതിലെ ഒരു പ്രത്യേകത, ഈ ക്ഷേത്ര നടക്കൽ തന്നെ പൊങ്കാല നിവേദിക്കുന്നതിന് മുന്നിലായിട്ട് നമുക്ക് ദേവിയുടെ രൂപം കാണാം. ആ ദേവീ രൂപത്തിൽ ഓരോ സമയത്തും മാറി മാറി ഇങ്ങനെ ദേവിയെ പട്ടുടുപ്പിക്കുന്ന ദൃശ്യങ്ങൾ അതിമനോഹരമായ ദൃശ്യമാണ്.